സ്നേഹ ഇപ്പോൾ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് അവളെ അത്രയ്ക്ക് തളർത്തിയിട്ടുണ്ട്. നമ്മൾ കാരണം ധനുഷിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ അതവൾക്ക് താങ്ങാൻ പറ്റില്ല. അവൾക്ക് മാത്രമല്ല, നമുക്കും പിന്നീട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് വേറൊരാളെ കണ്ടെത്തിയേ പറ്റൂ. പണം കൊടുത്തിട്ടായാലും വേണ്ടില്ല, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ നമുക്ക് കിട്ടണം. അനൂപേട്ടന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരെ ആരെങ്കിലും തനിക്ക് പരിചയമുണ്ടോ? അനൂപേട്ടന് അങ്ങനെ അധികം കൂട്ടുകാരും. ആകെ കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അവരുമായിട്ടൊന്നും എനിക്ക് അത്ര വലിയ അടുപ്പവും പരിചയമൊന്നുമില്ല. പിന്നെ എന്തോ ഒരു വഴി? സച്ചിന് അങ്ങനെ അടുപ്പമുള്ള സുഹൃത്തുക്കളൊന്നുമില്ലേ? കുട്ടിക്കാലം തൊട്ടേ നന്ദേട്ടനും സന്ദീപൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് എന്തിനും ഏതിനും അവരായിരുന്നു എനിക്ക് തോന്നുക. പുറത്തുള്ള അധിക സുഹൃത്തുക്കളൊന്നും എനിക്കുണ്ടായിരുന്നില്ല. എൻ്റെ എന്ത് കാര്യത്തിനും അവർ രണ്ടുപേരും എൻ്റെ കൂടെ നിൽക്കും. ജീവിതത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഏത് പ്രതിസന്ധിയിലും നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. മരണം മുന്നേ കണ്ടാൽ പോലും നമ്മളെ കൈവിട്ട് കളയാത്ത ചില സുഹൃത്തുക്കളുണ്ട്. ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം പലപ്പോഴും അവർ തന്നെയാണ്. സ്വന്തം രക്തം പോലും ചിലപ്പോൾ ചതിക്കും. എന്നാൽ ഹൃദയം കൊണ്ട് അടുത്ത സുഹൃത്തുക്കൾ ഒരിക്കലും ചതിക്കില്ല. ആപത്തിന്റെ നടുവിൽ രക്ഷപ്പെടാൻ ഒരു വഴിയില്ലാതെ നിൽക്കുമ്പോൾ ജീവൻ പോലും തന്ന് അവർ നമ്മളെ രക്ഷിക്കും. പക്ഷേ ആരങ്ങനെ ഒരാള്? ധനുഷ വിളിക്കുന്നേ, എടുക്കണോ? എടുത്ത് സംസാരിക്കുക. സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരാൻ ചിലപ്പോൾ ധനുഷിന് പറ്റിയാലോ. ഹലോ ധനുഷ്. അഡ്വക്കേറ്റ് കൃഷ്ണഭദ്രൻ സാറിനെ പോയി കണ്ടിട്ട് എന്തു പറഞ്ഞു? എന്തായി കാര്യങ്ങൾ? ഒന്നും ആയില്ല. ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി ജാമ്യം എടുക്കാന്നാ വക്കീൽ പറയുന്നത്. ഞാനിപ്പോ കുറച്ച് തിരക്കില്ല. ഞാൻ ധനുഷിനെ പിന്നീട് തിരിച്ചു വിളിക്കട്ടെ? കട്ടിയില്ല സച്ചേട്ടാ, കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയേ. വക്കീൽ എന്താ പറഞ്ഞത്? അതൊക്കെ പിന്നീട് പറയാം. അനൂപേട്ടൻ്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളായിട്ടുണ്ട്. അതിനുവേണ്ടി ഒരു പ്ലാൻ ആലോചിച്ചുകൊണ്ടിരിക്കുക ഞാൻ അർച്ചനും കൂടി. അതിനൊരു തീരുമാനമാക്കിയിട്ട് ഞാൻ വിളിക്കാം. സച്ചേട്ടൻ എന്തോ മറിക്കുന്നുണ്ടല്ലോ. എന്താണെങ്കിലും പറയേ. എന്ത് സഹായത്തിനും ഞാൻ ഒപ്പമുണ്ട്. അത് ധനുഷേ. സച്ചേട്ടാ ഇങ്ങത്താ, ഞാൻ സംസാരിക്കാം. ധനുഷേ, ഞങ്ങളൊരു വലിയ പ്രശ്നത്തിലാണ്. അനൂപേട്ടനെ രക്ഷിക്കാൻ ഞങ്ങൾക്കൊരു സഹായിയെ വേണം. അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഞങ്ങൾ. ധനുഷിനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ധനുഷിനെ വിളിക്കാത്ത. എന്നെക്കുറിച്ച് നിങ്ങൾ അങ്ങനെയാണോ വിചാരിച്ചിരിക്കുന്നത്? ഇന്നത്തെ ധനുഷിന് ഈ ജീവിതം തന്നത് നിങ്ങളാ. സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അർച്ചന സ്നേഹയെ സംരക്ഷിച്ചതും ചേർത്തു പിടിച്ചതുമെല്ലാം ഞങ്ങൾ അന്യരായിട്ടാണോ? നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മളെല്ലാവരും ഒരു കുടുംബത്തിനുള്ളിൽ ജീവിക്കുന്നവരാ. ആ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടായാൽ അത് എൻ്റെ കൂടി പ്രശ്നമാണ്. എന്റെ ജീവൻ തന്ന് ഞാൻ നിങ്ങളെ സഹായിക്കും. അനൂപേട്ടനെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ ശ്രമത്തിൽ ഞാനും കൂടെയുണ്ട്. നിങ്ങൾ എന്താ ഒന്നും പറയാത്തത്? അതോ നിങ്ങൾക്കെന്നെ വിശ്വാസമില്ലാഞ്ഞിട്ടാണോ? ഞാനിപ്പോഴും പഴയ ധനുഷിൽ നിന്ന് മാറിയിട്ടില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഏയ്, ഒരിക്കലുമില്ല ധനുഷ്. ധനുഷിനെ ഞങ്ങൾക്കിപ്പോൾ നല്ലതുപോലെ മനസ്സിലാവും. പക്ഷേ സ്നേഹയ്ക്ക് ധനുഷ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത്. ഇപ്പം തന്നെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ അവൾ ആകെ തകർന്ന നിലയിലാണ്. ഇപ്പോൾ ധനുഷിൻ്റെ കാര്യത്തിലും സ്നേഹയ്ക്ക് നല്ല പേടിയുണ്ട്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഞങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന്
എനിക്ക് നല്ലതുപോലെ അറിയാം. അതെന്റെ കുറ്റം കൊണ്ട് തന്നെയാ. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. എന്ത് സഹായത്തിനും ഞാൻ ഒപ്പമുണ്ട്. നിങ്ങൾ എന്നെ ഒഴിവാക്കുന്നതാണ് എൻ്റെ സങ്കടം. ഞാൻ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ഒഴിവാക്കരുത്. ഈ കാര്യത്തിൽ നിങ്ങളുടെ കൂടെ ഞാനും ഉണ്ട്. ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറഞ്ഞാൽ മാത്രം മതി. ധനുഷേ, കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. അനൂപേടിനെ രക്ഷിക്കാൻ ഞങ്ങളൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് ഒരു സഹായി വേണം. നിങ്ങൾ ഇനിയൊരു സഹായി അന്വേഷിച്ച് എവിടെയും ബുദ്ധിമുട്ടണ്ട. നിങ്ങൾക്ക് വേണ്ട സഹായി ഞാനാ. കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. നിങ്ങളിപ്പോൾ എവിടെയാ ഉള്ളത്? ഞാൻ അങ്ങോട്ട് വരാം. കാര്യങ്ങൾ നമുക്കൊരു തീരുമാനമാക്കാം. എനിക്കിപ്പോൾ തന്നെ ലൊക്കേഷൻ ഷെയർ ചെയ്തേക്ക്. ഞാനിപ്പോൾ അങ്ങെത്താം. ധനുഷ് പറഞ്ഞത് കേട്ടല്ലോ. എന്തു പറയുന്നു? ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കട്ടെ? ഈ അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ ധനുഷിനേക്കാൾ മറ്റൊരാളില്ല. സ്നേഹി എന്തു പറഞ്ഞു എന്നൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കണ്ട. ആദ്യം അനുവേട്ടനെ രക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. സ്നേഹയോട് അത് കഴിഞ്ഞിട്ട് കാര്യം പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ ധനുഷനെ അവളെ ഡീൽ ചെയ്തോളും. താൻ ധൈര്യമായിട്ട് ധനുഷനെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. താനിങ്ങനെ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ധനുഷ് വരട്ടെ. ഈടേ സച്ചേട്ടാ, എവിടെയെങ്കിലും ഒന്ന് പാളിപ്പോയാ എൻ്റെ അനൂപേൻ്റെ ജീവൻ നഷ്ടാവും. നിങ്ങൾ രണ്ടുപേരും പേടിക്കണ്ട. എന്ത് റിസ്ക് എടുത്തിട്ടായാലും അനൂപേട്ടനെ നമ്മൾ രക്ഷിച്ചിരിക്കും. ഞാൻ എന്താ ചെയ്യേണ്ടത് അതുമാത്രം പറഞ്ഞാൽ മതി. തല പോയാലും ഞാനത് ചെയ്തിരിക്കും. എന്താ അർച്ചനടുത്തൊരു പ്ലാൻ? അങ്ങനെ വലിയ പ്ലാനൊന്നുമില്ല. ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്നും അനൂപേൻ്റെ ജീവൻ രക്ഷിക്കണം. അതിന് കുറച്ച് നാൾ ഇവിടുന്ന് അനൂപേനെ മാറ്റി നിർത്തണം. ഒന്നുകിൽ വിദേശത്തേക്ക്, അതല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഒളിക്കാവുന്നൊരു സ്ഥലത്തേക്ക്. അതിനിടയിൽ എങ്ങനെയെങ്കിലും ആ മധുവായിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞ് സെറ്റിൽ ചെയ്യണം. എന്നിട്ട് അനൂപ് തിരിച്ചു കൊണ്ടുവരണം. ഇക്കാര്യത്തിൽ എങ്ങനെയാ ധനുഷിന് ഞങ്ങളെ സഹായിക്കാൻ കഴിയുന്നത്? ചില കാര്യങ്ങളൊക്കെ ഞാൻ വിചാരിച്ചാലും നടക്കും. അനൂപേട്ടന് സുരക്ഷിതമായി താമസിക്കാൻ പറ്റിയൊരു സ്ഥലം എൻ്റെ അറിവിലുണ്ട്. നാളെ രാവിലെ ജാമ്യം കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ അല്ലേ? കിട്ടും, അതിൽ സംശയമൊന്നുമില്ല. നാളെ രാവിലെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കി ജാമ്യം എടുക്കാനാ പ്ലാൻ. അപ്പോൾ അവിടെ നിന്നാണ് നമ്മുടെ ജോലി തുടങ്ങേണ്ടത്. ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ അനൂപേട്ടനെ കൊണ്ട് ഞാൻ പോയിക്കോളാം. ധനുഷിൻ്റെ കൂടെ ഞാനും കൂടെ വരാം. അത് വേണ്ട. അർച്ചനടുത്തേക്ക് ഈ അവസ്ഥയിൽ അധികം യാത്ര ചെയ്യാനോ ഓടി നടക്കാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് സച്ചേട്ടനോട് വേണം. വക്കീൽ വഴി അവരുമായി കാര്യങ്ങൾ സെറ്റിൽമെൻറ്റ് സംസാരിക്കേണ്ടത് മുഴുവൻ സച്ചേട്ടനാ.
എത്ര പണം കൊടുത്തിട്ടായാലും വേണ്ടില്ല, അനൂപേട്ടന്റെ ജീവന് കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പ് കിട്ടണം. അത് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരൂ. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, എന്നെ വീഴ്ത്തിയിട്ടല്ലാതെ അവർക്ക് അനൂപേട്ടനെ കൊണ്ടുപോകാൻ സാധിക്കില്ല. ധനുഷിൻ്റെ ഈ വാക്കുകൾ ഞങ്ങൾക്ക് തരുന്ന ധൈര്യം ചെറുതല്ല. ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ നിങ്ങൾ എനിക്ക് നൽകിയ ധൈര്യം ഇതിനേക്കാൾ എത്രയോ വലുതാണ്. ആ നിങ്ങൾക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യാൻ കഴിയുന്നതിൻ്റെ ത്രില്ലില്ല ഞാൻ. ചെങ്കൽ മധുവല്ല, ആര് വിചാരിച്ചാലും അനൂപേട്ടനെ നമ്മൾ രക്ഷിച്ചിരിക്കും. നീ ഇതാരെ നോക്കുന്നത്? മോൾ ഇതുവരെ വന്നില്ല. സ്കൂൾ ബസ് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ബസ് പോകുന്നത് അമ്മ കണ്ടായിരുന്നോ? ഏയ്, ഞാൻ കണ്ടില്ല. അല്ല, സ്കൂൾ ബസിന്റെ ഹോൺ അടിക്കുന്ന ശബ്ദവും കേട്ടില്ലല്ലോ. സാധാരണ ഗേറ്റിൽ ബസ് നിർത്തി ഹോൺ അടിക്കുന്നതല്ലേ? ഇനി ബസ് ഇതുവരെ വന്നില്ലേ? അങ്ങനെ ലേറ്റ് ആവോ? ഞാൻ കരുതിയത് നീ മോളെ കൂട്ടിയിട്ടുണ്ടാവുന്ന. ഞാൻ അടുക്കളയിൽ ജോലിയിലായിരുന്നു. ഞാൻ കരുതി അമ്മ വിളിച്ചു കാണുമെന്ന്. ഞാനെന്തായാലും സ്കൂൾ ബസ്സിൽ ആയി ഒന്ന് വിളിച്ചു നോക്കട്ടെ. ഹലോ ഗീതേ, സ്കൂൾ ബസ് ഇന്ന് ലേറ്റ് ആണോ? അല്ലല്ലോ, ഞങ്ങൾ എപ്പോഴേ പോന്നല്ലോ. അപ്പം മോളെവിടെ? ഇന്ന് മോളെ സ്കൂൾ ബസ്സിൽ കണ്ടില്ലല്ലോ. പിന്നെ ആവണിമോൾ എവിടെ പോയി? വീട്ടിൽ നിന്ന് ആരോ വന്ന് കാറിൽ കൊണ്ടുപോയെന്ന് ഒരാൾ വന്ന് എന്നോട് പറഞ്ഞു. നിങ്ങളല്ലേ വന്ന് കൊണ്ടുപോയത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ദിവസവും നിങ്ങളുടെ കൂടെയല്ലേ കുട്ടി വരുന്നത്? മോളെ വിളിക്കാൻ ഇവിടുന്ന് ആരും വന്നിട്ടില്ല. കൊച്ചിനെ കൂട്ടാതെയാണോ നിങ്ങൾ ബസ് എടുത്ത് പോകുന്നത്? എല്ലാ മാസവും കൃത്യമായിട്ട് പണം വാങ്ങുന്നുണ്ടല്ലോ. അപ്പൊ കുട്ടിയുടെ കാര്യം കൂടെ നോക്കിയല്ലെന്താ? എന്താ അമ്മേ? ഇന്ന് സ്കൂൾ ബസ്സിൽ മോള് കേറിയിട്ടില്ലാന്ന്. ഈശ്വരാ, ഞാൻ വെറുതെ വിടില്ല. നിങ്ങൾ സ്കൂളിലൊന്ന് വിളിച്ചു നോക്ക്. ചിലപ്പോ ടീച്ചർമാരോട് ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ ഹസ്ബൻഡ് തന്നെയായിരിക്കും ചിലപ്പോ വന്ന് കുട്ടിയെ കൊണ്ടുപോയത്. നിങ്ങൾക്ക് നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ? ആരെങ്കിലും ഒരാൾ വന്ന് എന്തെങ്കിലും പറഞ്ഞൊന്ന് വെച്ച് കുട്ടിയെ നോക്കേണ്ടത് നിങ്ങളുടെ കടമയാ. ദേ, ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല. അമ്മേ, ആവണി മോളെ ആരാ വിളിച്ചോണ്ട് പോയത്? എനിക്കറിയില്ല. നീ സ്കൂളിലൊന്ന് വിളിച്ചു നോക്കിയേ. നോക്ക്. എന്തായി? ആണോ? ഇല്ല അമ്മേ, ടീച്ചർക്കൊന്നും അറിയില്ല. ഈശ്വര, മോള് സ്കൂൾ ബസ്സിൽ കയറിയിട്ടില്ലെന്ന് അവരും അറിഞ്ഞിട്ടില്ല. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യടി? എവിടെ പോയി അന്വേഷിക്കും കൊച്ചിനെ? ഞാനിനി എവിടെ പോയി അന്വേഷിക്കും അമ്മ? എന്റെ മോള് ഈശ്വര. മീരെ, നീ എത്രയും വേഗം അച്ഛനെ വിളിച്ചേ. അവളോട് കാര്യം പറ. ആവണിമോളെ തിരിച്ചു കിട്ടാൻ അവള് വിചാരിച്ചാലും നടക്കൂ. എന്റെ ദൈവമേ, എന്റെ മോള്.
അച്ഛനെ ഞാൻ തന്നെ വിളിക്കാം. എന്റെ ദൈവമേ, മോള് ഹലോ അമ്മേ. എന്താ അമ്മേ, എന്താ പറ്റിയേ? എന്തിനാ കരയുന്നേ? മോളെ നമ്മുടെ അവിടെ മോളെ കാണാനില്ല. അമ്മേ എന്തായി പറയുന്നേ? അവൻ മോളെ എവിടെ പോയി? സ്കൂളിൽ പോയിട്ട് ഇതുവരെ തിരിച്ചു വന്നില്ല മോളെ. നീ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. അമ്മ വിഷമിക്കണ്ട, ഞങ്ങൾ ഉടനെ അങ്ങോട്ട് വരാം. എന്താ എന്തു പറ്റി? അവന് മോള് സ്കൂൾ വിട്ടിട്ട് ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല എന്ന്. എന്നും സ്കൂൾ ബസ്സിലല്ലേ ആവണി വരുന്നേ? ബസ്സൊക്കെ വന്നു പോയി, പക്ഷെ അവന് മോള് ബസ്സിലില്ലാന്ന്. സച്ചേട്ടാ, നമുക്കൊന്ന് അത്യാവശ്യമായിട്ട് വൃന്ദാവനം വരെ പോണം. ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം. ഇപ്പോഴത്തെ അവസ്ഥയില് താൻ എന്റെ കൂടെ വരുന്ന റിസ്കാ. അതൊന്നും സാരമില്ല, ഞാനും കൂടി വരാം. മോളെ കാണാനില്ലെന്ന് അറിഞ്ഞ പിന്നെ എങ്ങനെയാ സമാധാനമായിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ കഴിയുന്നേ? എടോ, തന്നോട് റെസ്റ്റ് എടുക്കാനല്ലേ ഡോക്ടർ പറഞ്ഞേ? എന്നിട്ട് ഇങ്ങനെ ഇറങ്ങി നടന്നാലോ? അതൊന്നും പറഞ്ഞ പറ്റില്ല, ഞാനും കൂടി വരുന്നുണ്ട്. ഇതോ മധുവിന്റെ പണിയായിരിക്കും. അതിന് സാധ്യത കുറവാ. അവനങ്ങനെ കൊച്ചുകുട്ടികൾക്ക് നേരെ ആക്രമണം നടത്തുന്ന ഒരാളല്ലെന്നാ കേട്ടിട്ടുള്ളേ. ഈ ക്രിമിനൽസിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല. അവരേത് രീതിയിൽ വേണമെങ്കിലും പ്രതികരിക്കും. നമുക്കാദ്യം പോലീസ് സ്റ്റേഷനിൽ വരെ പോയെന്ന് കേസ് കൊടുക്കാം. എടോ, താൻ ആദ്യം ഞാൻ പറയുന്നൊന്ന് കേക്ക്. ആദ്യം ഞാൻ പോയെന്ന് അന്വേഷിച്ചിട്ട് വരാം. വേണമെങ്കിൽ കേസും കൊടുക്കാം. എന്തെങ്കിലും ഒരു വിവരം കിട്ടിയിട്ട് താൻ വന്നാ മതി. അങ്ങനെ പറയില്ല സച്ചേട്ടാ. ആവണിമോള് എനിക്ക് എന്റെ സ്വന്തം മോളെ പോലെയല്ലേ. അവക്കൊരു അപകടം സംഭവിച്ചെന്ന് കേൾക്കുമ്പോ എനിക്കിവിടെ സമാധാനത്തോടെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും വരുന്നുണ്ട്. വാ, നമുക്ക് പോവാം. വാ സച്ചേട്ടാ. എങ്ങനെയെങ്കിലും എന്റെ മോളെ രക്ഷിക്കണം സർ. ഞങ്ങൾക്ക് അവളല്ലാതെ വേറെ ആരുമില്ല. വിഷമിക്കണ്ട, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. നമ്മുടെ ഒരു ടീം അങ്ങോട്ട് പോയിട്ടുണ്ട്. കുട്ടിക്കൊന്നും സംഭവിക്കില്ല, ധൈര്യമായിരിക്കൂ. കുട്ടി എന്നും ആ സ്കൂൾ ബസ്സിൽ തന്നെയാണോ പോകുന്നത്? അതെ സർ, ചില ദിവസങ്ങളിൽ മാത്രം അനൂപ കൊണ്ടുവിടുന്നത്. സാർ, ഇപ്പോഴത്തെ പ്രശ്നങ്ങളൊക്കെ സാറിന് അറിയാലോ. സർ, അനൂപേട്ടൻ എവിടെ? എനിക്ക് അനൂപേട്ടൻ ഒന്ന് കാണണം. ബഹളം വെച്ച് അയാളെ കൂടി ടെൻഷനാക്കണ്ട. അയാൾ ഇവിടെ തന്നെയുണ്ട്. സർ, ഇത് മധുവിന്റെ ആളുകൾ തന്നെയായിരിക്കും ചെയ്തതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഹലോ, എന്തായടോ? ആ, എന്നിട്ട് ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു? ഓഹോ, അതിന് വിറ്റ്നസ് ഉണ്ടോ? ശരി, വേഗം വേണം. എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ എന്നെ അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ, ശരി. സർ, മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അർച്ചന സംശയിച്ചത് ശരിയാകാനാണ് സാധ്യത. പോലീസുകാര് കാര്യങ്ങൾ വിശദമായി അന്വേഷിച്ചു. ആ ബസ്സിലെ ഡ്രൈവറെയും ആയെയും ചോദ്യം ചെയ്തു. ടീച്ചേഴ്സിനെയും കണ്ട് സംസാരിച്ചു. സ്കൂൾ വിടുന്ന സമയത്ത് മധുവിന്റെ ആൾക്കാർ ഗേറ്റിന് പുറത്തുണ്ടായിരുന്നുവെന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അവർ തന്നെയായിരിക്കും കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത്. എടുത്ത് വിഷമിക്കണ്ട, നമുക്ക് എങ്ങനെയെങ്കിലും മോളെ കണ്ടെത്താം. സമാധാനായിട്ടിരിക്ക. ഞാൻ എന്ത് സമാധാനിക്കാനാ നീ പറയുന്നത്? ദേ, ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ജീവിതം വെച്ച നിന്റെ ഈ കളി, അനൂപേട്ടൻ
ഇപ്പോഴും പോലീസ് സ്റ്റേഷനില്ല. ഇപ്പൊ എന്റെ മോളെ ആരോ പിടിച്ചോണ്ട് പോയി. ഇതിനെല്ലാം ഉത്തരവാദി നിങ്ങളാ. നിങ്ങൾ കാരണം ഇതെല്ലാം സംഭവിച്ചത്. മീരെ, ദേ, എന്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. അർച്ചന എന്തുപറ്റി? എന്താണ്? എന്റെ ശരീരം തളരുന്ന പോലെ. ഈ കസേരയിലോട്ടിരിക്കെ. ഇങ്ങോട്ടിരിക്കും മോളെ. ഇതാ വെള്ളം. കൊടുക്ക. ദാ, വെള്ളം കുടിക്കാം. അർച്ചന ദാ. നിങ്ങളാരും വിഷമിക്കണ്ട. പോലീസ് അവിടുത്തെ CCTV വിഷ്വൽസ് പരിശോധിച്ചുകൊണ്ടിരിക്കുക. ഗേറ്റിന് പുറത്തുള്ള വിഷ്വൽസും പരിശോധിക്കുന്നുണ്ട്. എത്രയും വേഗം കുട്ടിയെ കണ്ടുപിടിക്കാം.